നമ്മുടെ സഞ്ജു സാംസണ് ഈ IPL-ൽ എന്തു പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. ലോകകപ്പിലൊക്കെ അടിപൊളി ബാറ്റിംഗ് നടത്തി കപ്പടിക്കാൻ സഹായിച്ച ആ പഴയ ഫോമൊന്നും ഇപ്പോൾ കാണാനില്ല. കഴിഞ്ഞ 3 കളികളിലും ആരാധകരെ ശരിക്കും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജു ചെയ്തത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കാനിറങ്ങിയ സഞ്ജുവിന് ഇതുവരെ 3 മത്സരങ്ങളിലും 2 അക്കം പോലും കടക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വലിയ കഷ്ടം തന്നെയാണ്. സഞ്ജു ഔട്ടാകുന്നത് കണ്ട് സഹിക്കാനാവാതെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കുട്ടി ആരാധകന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. സഞ്ജു സാംസൺ തോറ്റു എന്ന് പറഞ്ഞ് ആ കൊച്ചുമിടുക്കൻ വിങ്ങിക്കരയുകയാണ്. അടുത്ത കളിയിൽ സഞ്ജു തിരിച്ചു വരുമെന്നും വിക്കറ്റ് കീപ്പറായി നിന്ന് സൂപ്പർ ക്യാച്ചുകൾ എടുക്കുമെന്നും അമ്മ എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും ആ കുട്ടിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. ദേഷ്യവും വിഷമവും കലർന്ന ആ കരച്ചിൽ കാണുമ്പോൾ ആർക്കായാലും വിഷമം തോന്നും. ഈ സീസണിലെ കണക്കുകൾ നോക്കിയാൽ സഞ്ജു ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ആദ്യ കളിയിൽ തന്നെ രാജസ്ഥാനെതിരെ വെറും 9 റൺസിനും രണ്ടാമത്തെ കളിയിൽ പഞ്ചാബിനെതിരെ 7 റൺസിനും കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ വെറും 9 റൺസിനുമാണ് സഞ്ജു പുറത്തായത്. ആകെ കൂടി 3 കളിയിൽ നിന്ന് വെറും 22 റൺസുമാണ് അയാൾ അടിച്ചുകൂട്ടിയത്. T20 ലോകകപ്പിൽ സൂപ്പർ 8-ലും സെമിയിലും ഫൈനലിലും തുടർച്ചയായി അർദ്ധ സെഞ്ചുറികൾ നേടി മാൻ ഓഫ് ദ ടൂർണമെന്റ് ഒക്കെയായ സഞ്ജുവിൽ നിന്ന് ആരാധകർ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ സഞ്ജു ആ പഴയ ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആദ്യ 3 മത്സരങ്ങളിലും നമ്മുടെ സഞ്ജു നിസാര സ്കോറിന് പുറത്തായത് സഞ്ജുവിനെയും CSK ടീമിനെയും ഹൃദയത്തിലേറ്റിയ കോടിക്കണക്കിന് ആരാധകരെ നിരാശയേകിയെന്നത് സത്യം തന്നെയാണ്. എന്നാൽ വെറും 3 മത്സരം കൊണ്ട് അളക്കാവുന്നതല്ല സഞ്ജു എന്ന ക്രിക്കറ്ററുടെ പ്രതിഭ. കഴിഞ്ഞ T20 ലോകകപ്പിൽ വെറും നാമമാത്രമായ അവസരങ്ങൾക്ക് ശേഷം വരും കളികളിൽ സഞ്ജു ടീമിലുണ്ടാവുമെന്നോ ടീം സൂപ്പർ 8 കടക്കുമെന്നോ എന്നുപോലും ഉറപ്പാവാതിരുന്ന അവസരത്തിൽ എല്ലാവരും അയാളെ വിമർശിച്ചിരുന്നു. എന്നാൽ അഭിമാനപൂർവ്വം കപ്പുയർത്തുന്ന ലോകകപ്പിന്റെ ഫൈനൽ വേദിയിൽ ഇന്ത്യൻ ടീമിന്റെ അനിഷേധ്യ സാന്നിധ്യമായി മാറുകയായിരുന്നു സഞ്ജു സാംസൺ. പോരാത്തതിന് അയാൾ തന്നെയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായും തെരഞ്ഞെടുക്കപ്പെട്ടത്. IPL 2026-ലും നമുക്ക് വിശ്വസിക്കാം കരുത്തോടെ സഞ്ജു സാംസൺ തിരിച്ചു വരുമെന്ന്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റത്തിനു ശേഷം ഫോമില്ലാതെ വലയുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് ഉപദേശവുമായി മുൻ ഇതിഹാസ ഓപ്പണർ വീരേന്ദർ സെവാഗ് രംഗത്തെത്തിയിരിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങൾ സഞ്ജു ഉറപ്പായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രേഡിൽ CSKയിലേക്ക് എത്തിയ ശേഷം കളിച്ച 3 ഇന്നിംഗ്സുകളിലും സഞ്ജു വൻ പരാജയമായിരുന്നു. ഒരു കളിയിൽ പോലും സഞ്ജു തൻ്റെ ബാറ്റിൽ നിന്ന് 2 അക്കം എടുത്തിട്ടില്ലായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ക്രിക്ക് ബസിന്റെ ഷോയിൽ സംസാരിക്കവെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുപ്പായത്തിൽ സഞ്ജു സാംസന്റെ ദയനീയ ഫോമിനെ കുറിച്ച് വീരേന്ദർ സെവാഗ് നിരീക്ഷണം നടത്തിയത്. മുൻ ഇതിഹാസ ഓൾറൗണ്ടറും തന്റെ ടീമംഗവും സുഹൃത്തുമായ യുവരാജ് സിംഗുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. സഞ്ജു സാംസൺ യഥാർത്ഥത്തിൽ യുവരാജ് സിംഗിനെ പോലെ തന്നെയാണ്. നിന്ന നിൽപ്പിൽ തന്നെ വളരെ അനായാസം സിക്സറുകൾ പായിക്കാൻ 2 പേർക്കും സാധിക്കും. ഷോട്ടുകൾ കളിക്കുമ്പോൾ ഇവരുടെ ബാറ്റ് മുകളിലേക്ക് പോകാറുണ്ട്. ഈ കാരണത്താലാണ് സിക്സർ അടിക്കുക എന്നത് ഇവർക്കെല്ലാം എളുപ്പമായി മാറിയത്. സഞ്ജുവിന്റെ ബാറ്റ് നോക്കിയാൽ ഇവരുമായെല്ലാം നല്ല സാമ്യം നിങ്ങൾക്ക് കാണാം. ഷോട്ട് കളിക്കവേ ബാറ്റ് മുകളിലേക്ക് പോകും. മാത്രമല്ല അത് നേരെ തന്നെ വരികയും ചെയ്യും. ബാറ്റിൽ ബോൾ കൊള്ളുകയാണെങ്കിൽ കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ നിന്ന സ്ഥലത്തു നിന്ന് തന്നെ സിക്സറുകൾ പറത്താനാകും. സ്പിന്നർമാർക്കെതിരെ ആധിപത്യം പുലർത്തുന്ന ശൈലിയാണ് യുവിക്കും ലാറക്കും സഞ്ജുവിനുമൊക്കെയുള്ളത്. അതിൻ്റെ ഗുണം ടീമിന് ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ സ്പിന്നർമാർ പന്തെറിയാൻ വരുന്നത് വരെയും ക്രീസിൽ പുറത്താവാതെ നിന്നെങ്കിൽ മാത്രമേ സഞ്ജുവിന് ഇതുപോലുള്ള ഷോട്ടുകൾ കളിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ക്രീസിൽ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തേണ്ടത്. അദ്ദേഹം തിരിച്ചു വരും.